ഇത് ഒരു ക്വിക്ക് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഇൻഡോർ നമ്മുടെ ഒരു ചെറിയൊരു ആൽബിനോ കാറ്റ് ഫിഷിനെ നമ്മൾ ചെറിയൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ ബക്കറ്റുകളിൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഈ ബക്കറ്റുകളിൽ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വലുപ്പമുള്ള ഒരു ജയന്റ് ഗോരാമയുടെ കുഞ്ഞിനെ നമ്മൾ തൊട്ടടുത്തുള്ള ഫ്രിഡ്ജ് ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാലിയായ ഒരു ബക്കറ്റിലേക്കാണ് നമ്മൾ ഈ ആൽബിനോ കാറ്റ് ഫിഷിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്കി ബക്കറ്റുകളിൽ എടുക്കുന്നതൊക്കെ ചെറിയ സൈസ് ആൽബിനോ ജയന്റ് ഗോരാമികളാണ്. ആ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലേക്കാണ് ഇതിനുണ്ടായിരുന്ന ഒരു വലിയ സൈസ് ആൽബിനോ ജയന്റ് ഗോരാമയുടെ കുഞ്ഞിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. കുറച്ച് നാൾ ഈ ആൽബിനോ കാറ്റ് ഫിഷിനെ ഈ ഒരു ബക്കറ്റിലിട്ട് വളർത്തി കുറച്ച് സൈസ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ എടുക്കുന്ന വലിയ സൈസുകളുടെ കൂടെ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കുറച്ച് ചെറിയ സൈസ് ആയതുകൊണ്ട് ഇപ്പോൾ അവരുടെ കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. പിന്നീട് ഈ ബക്കറ്റുകളിൽ എടുക്കുന്ന ചെറിയ ആൽബിനോ ജയന്റ് ഗോരാമയുടെ കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും ഒന്നുകിൽ നമ്മൾ ടബുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഔട്ട്ഡോർ ടാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് ഈ ബക്കറ്റുകളിൽ ഒന്നും നമ്മൾ ജയന്റ് ഗോരാമയുടെ കുഞ്ഞുങ്ങളെ വാങ്ങി ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. എല്ലാ ബക്കറ്റുകളിലും ഈ ആൽബിനോ കാറ്റ് ഫിഷിന്റെ കുഞ്ഞുങ്ങളെ വാങ്ങി ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതാവുമ്പോൾ ഇങ്ങനെ ഡെപ്ത് ഉള്ള ഒരു സ്പേസ് ആണ്, ആൽഗ അടിച്ചെടുക്കുന്ന വെള്ളമാണ്. അപ്പോൾ കുറച്ച് നാളൊക്കെ ഇവർക്ക് ഇതിനകത്ത് കിടക്കാനായിട്ട് പറ്റും, കുറച്ച് സൈസൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. ഇവരാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ നീന്തി നടക്കുന്ന മീനുകളല്ല, കണ്ടില്ല ഇപ്പോൾ ഇത് അടിയിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുകയാണ്. കൂടുതൽ സമയം അവർ ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് മുകളിൽ വന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ ബക്കറ്റുകൾ ഇവർക്ക് കുഴപ്പമില്ലാത്ത സ്പേസ് ആയിട്ട് നമുക്ക് തോന്നി. അതേസമയം ജയന്റ് ഗോരാമയുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിനേക്കാളും നല്ലത് ടബുകളാണ്. ടബുകളാകുമ്പോൾ അതിന് കുറച്ച് വായവട്ടം കൂടുതലാണ്. ജയന്റ് ഗോരാമി കുഞ്ഞുങ്ങൾക്ക് നീന്തി നടക്കാനായിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ ബക്കറ്റിൽ നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കുന്നില്ല. നമ്മുടെ ജയന്റ് ഗോരാമിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ നിറയ്ക്കാറുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് നിറയ്ക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചാടുന്ന മീനുകളാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഇഴഞ്ഞ് കയറുന്ന സ്വഭാവം ഇവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന നെറ്റിൻ്റെ സൈഡിൽ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്. നമ്മൾ മാക്സിമം ടൈറ്റ് ആയിട്ടാണ് വെക്കാറുള്ളത്. എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുക്കാൽ ഭാഗം വെള്ളം നിറയ്ക്കുന്നുള്ളൂ. ഇതിനകത്ത് ഫുള്ള് ആൽഗ വാട്ടർ ആയിരുന്നു. പിന്നെ നമ്മൾ ഗൗരാമീനെ ഇതിൽ നിന്ന് മാറ്റിയപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം പുറത്തേക്ക് കളഞ്ഞ് ആവശ്യത്തിന് വെള്ളം വെച്ച് ആൽഗ വാട്ടറും വെച്ചിട്ടാണ് ഇനി ടോപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇതുപോലുള്ള കാറ്റ് ഫിഷുകൾ ആൽഗ വാട്ടറിൽ പൊതുവേ കംഫർട്ടബിൾ ആണ്. പിന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ഇവർക്ക് ഡയറക്റ്റ് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ വാട്ടർ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് വാട്ടർ ചേഞ്ച് കൊടുത്താൽ മതി. വീക്ക്ലി വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എയറേഷൻ ഫിൽട്രേഷൻ ഇതൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.